എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു ട്രിക്കായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കറി ലീവ്സ് എങ്ങനെയാണ് കുറേ നാൾ കേടുകൂടാണ്ട് സൂക്ഷിച്ചിരിക്കുക എന്നുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, മിക്ക യൂട്യൂബ് ചാനലുകളിലും മിക്ക ആൾക്കാരും ഇടാറുണ്ട്. എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയും അറിയാത്തവർക്ക് വേണ്ടിയും എൻ്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാനിത് ലുലുന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശ്രീലങ്കയിൽ നിന്ന് വന്ന കറി ലീവ്സാണ് കേട്ടോ. നമുക്ക് ഓരോ രാജ്യത്തിൻ്റെ കറി ലീവ്സ് വാങ്ങാൻ കിട്ടും. ഇത് ഇന്ത്യയിലെ ഉള്ളതല്ല, ശ്രീലങ്കയുടെയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം തന്നെ അതിൻ്റെ കവർ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മളെല്ലാ പച്ചക്കറികളൊക്കെ വാഷ് ചെയ്യില്ല, അതുപോലെ തന്നെ സാധാരണ നോർമൽ പൈപ്പ് വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഇതിൽ ചെളിയൊന്നും ഇല്ല, നല്ല ഫ്രഷ് ആയിട്ടാണ് ലീഫ് ഇരിക്കുന്നത്. ഓൾറെഡി അവർ വാഷ് ചെയ്ത് തന്നാണ്. എന്നാലും നമുക്ക് നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമുക്ക് വാഷ് ചെയ്യാം. ഇനി കൂടുതൽ നിങ്ങൾക്ക് പോയിസൺ ആണെന്നൊക്കെ ഒന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടും വാഷ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിന് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ വേർപെടുത്തി എടുക്കണം കേട്ടോ. ഇതൊരു വലിയ തണ്ടാണ്, അത് അവർ ഒടിച്ചൊടിച്ചാണ് കവറിൻ്റെ ഉള്ളിലാക്കി വെച്ചേക്കുന്നത്. ലീഫൊക്കെ നല്ല ഫ്രഷാണേ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ കറി ലീവ്സ് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും കറി ലീവ്സ് ഉണങ്ങി പോകത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് കറികൾക്കൊക്കെ ഇടാൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ നോർമൽ പൈപ്പ് വാട്ടറിൻ്റെ അണ്ടറിലാണ് വാഷ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല, വെറുതെ വാട്ടർ ഒഴിച്ച് കഴുവാണ്. എന്നിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ കറി ലീവ്സൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഉണങ്ങാൻ വെക്കണം. അതിന് മുമ്പ് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല കോട്ടൺ തുണി വിരിച്ചിടുക, നല്ല വൃത്തിയുള്ള തുണി വേണം. അതിലേക്ക് നമുക്ക് ഇതങ്ങ് സ്പ്രെഡ് ചെയ്തിടാം, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇതിൻ്റെ തണ്ട് മാത്രം അടർത്തിയെടുത്താൽ പോരാ, ഇതിൽ നിന്ന് ഈ ലീഫും കൂടി അടർത്തിയെടുക്കണം. ആ ലീഫ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അടർത്തിയെടുക്കണം കേട്ടോ. ഇത് വേണേൽ ഡ്രൈ ചെയ്തതിന് ശേഷം ആയാലും കുഴപ്പമൊന്നുമില്ല, അതിന് മുമ്പേ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഓരോ ലീഫും നമ്മൾ അടർത്തിയെടുത്തിട്ട് വേണേൽ സൂക്ഷിച്ച് വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ലീഫ് എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇത് രാത്രിയിൽ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവെക്കാം. ഡയറക്റ്റ് കൊണ്ടുവയ്ക്കരുത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ അണ്ടറിലാണ് വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കറി ലീവ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതിലെ എല്ലാ വെള്ളവും വറ്റിയിട്ടുണ്ട്, ഒട്ടും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമേ. അപ്പം ആ കണ്ടെയ്നറും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതായിരിക്കണം. അതിലും ഒട്ടും വെള്ളം പാടില്ല, നന്നായിട്ട് തുടയ്ക്കണം. എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ലീഫ് ഇടാനായിട്ട്. എന്നിട്ട് നമ്മുടെ എല്ലാ കറി ലീവ്സും ഇതിലേക്ക് ഇട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. അപ്പം എടുക്കുമ്പോൾ സൂക്ഷിക്കണം, അതിൽ വെള്ളം പറ്റാൻ പാടില്ല. ഇതിൽ വെള്ളം ഒട്ടും ഉണ്ടായിരിക്കാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി ലീഫ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. അപ്പം ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.